വരുന്ന പിഴവിനെയാണ് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത്. ചോദിച്ച് നാക്കെടുത്തതേയുള്ളൂ. എം ബി രാജേഷ് ഒന്നൊന്നുമായി നിങ്ങൾ ബന്ധപ്പെടുത്തുന്ന വിധത്തിലെ പൊരുത്തക്കേട് എന്ന നിലയിലാണ് ഞാൻ അതിനെ ഉദാഹരിച്ചത്. അല്ലാതെ മഹിജയെ പ്രേരണാകുറ്റത്തിനും കൂടി ഇതിൽ നിയമ നടപടിക്ക് വിധേയമാക്കണം എന്ന ചിന്തയിലല്ല പ്രേരിപ്പിച്ചതെന്ന് കരുതണ്ടേ എന്നല്ലേ വേണു ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ലേ എം ബി രാജേഷ്, ഒന്നൊന്നുമായി ബന്ധപ്പെടുത്തുന്നതിൽ നിങ്ങൾക്കുണ്ടാകുന്ന പൊരുത്തക്കേടാണ് ഞാൻ ആ ചോദ്യം ആ രൂപത്തിൽ ചോദിക്കുമ്പോൾ ഉദ്ദേശിച്ചത്. പറയൂ. ശരി 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 ഇവിടെ ഒരുപക്ഷെ മഹിജയ്ക്ക് എതിരെ കൂടി കേസെടുക്കാത്തതിന്റെ നിരാശ പലർക്കും ഉണ്ടാവും. ഇവിടെ സെബാസ്റ്റ്യൻ പോൾ അവരുടെ സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തലേ ദിവസം ക്ഷണിക്കപ്പെട്ട ആളാണ്. അദ്ദേഹം ആധികാരികമായി 2 തവണ ആവർത്തിച്ചത് ഈ പറഞ്ഞ 5 പേരും എങ്ങനെ വന്നു എന്ന് മഹിജയ്ക്കും അവരുടെ കുടുംബത്തിനും അറിയില്ല. അവർ വിളിച്ചിട്ടല്ല അവിടെ വന്നത്, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വന്നു എന്നെല്ലാം ഇവിടെ പറയുന്നുണ്ടല്ലോ. എം പി രാജേഷ്, രോഹിത് വെമുലയുടെ രക്തസാക്ഷിത്വത്തിന് എതിരെ ദേശവ്യാപകമായി പൊതുജന പ്രക്ഷോഭം ഉയരുമ്പോൾ അങ്ങേക്ക് ക്ഷണക്കത്ത് കിട്ടിയിരുന്നു അതിൽ പങ്കെടുക്കാൻ? അതെ, അങ്ങനെ വരുമ്പോ കേസ് വന്നിട്ടുണ്ടാവും. കേസിൽ ഞങ്ങൾ പ്രതികളായിട്ടുണ്ട്. ആ ഭരണകൂടത്തിന്റെ ആ നടപടിയെ അങ്ങ് നീതീകരിക്കുന്നുണ്ടോ? ആ ഭരണകൂടത്തിന്റെ ആ നടപടിയെ അങ്ങ് നീതീകരിക്കുന്നുണ്ടോ? അല്ല വേണു, ഇത്തരം ലളിതമായ താരതമ്യങ്ങൾ നടത്തരുത്. വേണു ഒന്നാമത് സംസാരിക്കാനേ അനുവദിക്കുന്നില്ല. ഒരു കാര്യവും പറഞ്ഞ് പൂർത്തിയാക്കരുതെന്ന നിർബന്ധം വേണുവിന് ചർച്ചയിലുണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന്. ഇവിടെ ഞാൻ പറയട്ടെ, പോലീസ് ആസ്ഥാനത്തിന് മുമ്പിൽ സംഘർഷമുണ്ടാവുന്നു. ആ സംഘർഷത്തിന് മഹിജ ഉത്തരവാദിയാണ് എന്ന് പോലീസ് കരുതുന്നില്ല. കാരണം മഹിജയുടെ അറിവില്ലാതെ വന്നിട്ടുള്ള ഒരു സംഘം ആളുകളുണ്ട്. അവർക്കെതിരായിട്ട് കേസെടുക്കുന്നു. ശ്രീ നീലകണ്ഠൻ പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാം പല ഐക്യദാർഢ്യത്തിനും പോയിട്ടുണ്ട്. കേസുണ്ടല്ലോ ശ്രീ CR, നമ്മുടെ എല്ലാം പേരിൽ കേസ് ഉണ്ടായിട്ടുണ്ടല്ലോ. അങ്ങനെ പോയ സന്ദർഭങ്ങളിലെല്ലാം പ്ലാച്ചിമടയിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ കേസെടുക്കാൻ പാടില്ല, ഐക്യദാർഢ്യം കേസെടുക്കാതെ നടത്തണം എന്നൊന്നും പറയുന്നത് ന്യായമല്ല. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ പ്രധാന പ്രശ്നം അതല്ലല്ലോ. ഇന്നിപ്പോൾ പ്രധാന പ്രശ്നം ജിഷ്ണു പ്രണോയിയുടെ നീതിയിൽ നിന്ന് മാറി ഈ 5 പേരുടെ അറസ്റ്റായിട്ട് മാറുന്നുണ്ടോ? പ്രധാന പ്രശ്നം ഇവിടെ CR ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ കാര്യം, ഈ കേസിൽ പോലീസിന് പൂർണ്ണമായ വീഴ്ചയാണ് പറ്റിയത്. ഒരു പ്രതിയെയും അറസ്റ്റ് ചെയ്തില്ല. തെറ്റല്ലേ? വസ്തുതയാണോ? 2 പ്രതികളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഈ കേസിൽ 4ാമത്തെ ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. പ്രത്യേക അന്വേഷണ സംഘം കിരൺ നാരായൺ IPS, അവരുടെ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയാണ് മഹിജയും കുടുംബവും രേഖപ്പെടുത്തിയിട്ടുള്ളത്. എം പി രാജേഷ്, ഞാൻ ഇടപെടുന്നു. ഒരു കാര്യം പറയാം. 4ാമത്തെ ദിവസമല്ല സർ, 4ാമത്തെ ദിവസമല്ല. നാം ഈ വിഷയത്തിൽ ഈ ജിഷ്ണു ജനുവരി 6-നാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഫെബ്രുവരി 15-നാണ് ഇതുമായി ബന്ധപ്പെട്ട FIR അടക്കമിട്ട് നടപടികളിലേക്ക് പോകുന്നത്. അത്ര 45 ദിവസത്തോളം, 45, 38, 41 ദിവസത്തെ വൈകലുണ്ട്. അല്ലല്ലല്ല, തെറ്റ്. വേണു തെറ്റായ കാര്യം ആങ്കറുടെ അധികാരം ഉപയോഗിച്ച് അടിച്ചേൽപ്പിക്കരുത്. ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നത് വെറുങ്കയ്യുമായിട്ടല്ല. ഈ കേസിൽ ഗവൺമെന്റ് നിയോഗിച്ച മഹിജയുടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം നിയോഗിച്ച സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഉദയഭാനുവുമായിട്ട് സംസാരിച്ചിട്ടാണ്. അദ്ദേഹം പറഞ്ഞ കാര്യമാണ് എന്നോട്. ഈ കേസ് കൈകാര്യം ചെയ്യുന്ന വേണു ഇവിടെയല്ലേ കൈകാര്യം ചെയ്യുന്നത്, കോടതിയിൽ കേസ് കൈകാര്യം ചെയ്യുന്ന ഉദയഭാനുവുമായിട്ട് SUCയുടെ പ്രതിനിധി ആർ ബിജു ഒരു വിശദീകരണം നൽകുന്നുണ്ട്. പറയൂ ബിജു. ഫെബ്രുവരി 14-ന് FIR തയ്യാറാക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമായി. ഇതിനകത്ത് പ്രതികളാരെ 1 മാസം കഴിഞ്ഞിട്ടാണ് FIR തയ്യാറാക്കുന്നത്. 14-ാം തീയതി പ്രതികൾ ആരൊക്കെയാണെന്ന് വ്യക്തമാകുന്നു, പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നു. എന്നിട്ടും 3 മാസം കഴിഞ്ഞിട്ടും അറസ്റ്റില്ല. ഇത് ചോദിച്ചാണ് മഹിജ വരുന്നത്. ജിഷ്ണുവിൻ്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് മഹിജ വീണ്ടും ഈ അധികാര കേന്ദ്രങ്ങൾ കയറിയിറങ്ങി. അതിനോടൊപ്പം ഷാജർ ഖാനുണ്ട്. ആദ്യമായിട്ടല്ല പ്രത്യക്ഷപ്പെടുന്നത്. ഷാജർ ഖാനും മിനിയും ശ്രീകുമാറും അടക്കമുള്ള നേതാക്കൾ, SUCയുടെ നേതാക്കൾ ഇതിനു മുമ്പ് ഈ അധികാര കേന്ദ്രത്തിൻ്റെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ സമര കേന്ദ്രത്തിലുണ്ട്. ഇന്ന് ആവശ്യപ്പെടുന്നത് പോലുള്ള ദുരൂഹതയൊന്നും അന്ന് പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയെ കാണുന്ന ആ ഘട്ടത്തിലും തൊട്ടടുത്തുണ്ട് ഷാജർ ഖാൻ. ഷാജർ ഖാൻ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. എല്ലാം ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞു പിരിയുന്നയാൾ ഇന്നലെ ദുരൂഹതയുടെ ആളുകളായി മാറുകയാണ്. 5 പേര്. ശ്രീ NM പിയേഴ്സൺ, മഹിജയ്ക്ക് ബോധ്യമാകുന്ന കാര്യങ്ങൾ ഷാജർ ഖാനും ബോധ്യമാകുന്നുണ്ട്. അതാണ് ഇവിടെ ആർ ബിജു ചൂണ്ടിക്കാട്ടിയ സന്ദർഭം. അത് മറ്റെവിടെയും പോയപ്പോൾ ഉണ്ടായ ബോധ്യപ്പെടലല്ല. മഹിജയ്ക്ക് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ബോധ്യപ്പെട്ട കാര്യം മഹിജയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഷാജർ ഖാനും ബോധ്യപ്പെട്ടു. എങ്കിൽ
മഹിജയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന എന്തെങ്കിലും ഒരു കുൽസിത നീക്കത്തിൻ്റെ പ്രതീകമല്ല ഷാജർ ഖാൻ, അല്ലെങ്കിൽ കരുവല്ല ഷാജർ ഖാൻ. പക്ഷെ പോലീസ് ആസ്ഥാനത്ത് പെട്ടെന്ന് മഹിജ ഒരു വഴിക്ക് പോകുന്നയാളും ഷാജർ ഖാൻ മറ്റൊരു വഴിക്ക് പോകുന്നയാളുമാകുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ ഒന്ന്, മഹിജ CPM കുടുംബാംഗമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു CPM കുടുംബ അംഗത്തിൻ്റെ പ്രശ്നം പരിഹരിക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും CPMൻ്റെ സംസ്ഥാന നേതൃത്വത്തിനില്ല. എന്തുകൊണ്ടാണ് രാജേഷിനെ പോലെയുള്ളതായിട്ടുള്ള നേതാക്കൾ ആ ഒരു കാര്യത്തിൽ നിശബ്ദത പാലിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മഹിജയ്ക്ക് എന്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും ഏറ്റവും ആദ്യം ആ പ്രശ്നം ഏറ്റെടുക്കാനായിട്ടുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ആ പാർട്ടിക്കാണ്. എന്താണ് ആ പാർട്ടി നിശബ്ദമായിരിക്കുന്നത്? ആ നിശബ്ദതയ്ക്ക് എന്ത് ഉത്തരവാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത്? മഹിജയും സംഘത്തെയും അതിൽ നിന്ന് അടർത്തി മാറ്റി അവരുടെ ഒപ്പം നിൽക്കുന്നതായിട്ടുള്ള ഷാഹിജാനും കൂട്ടരെയും ജയിലിലടക്കുക എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ന്യായീകരിക്കാനായിട്ട് കഴിയുന്നത്? ഇതെല്ലാം രാഷ്ട്രീയ തന്ത്രം, സ്ട്രാറ്റജി എന്ന നിലയ്ക്ക് പറയാം. പക്ഷെ പൊതുസമൂഹത്തിൻ്റെ മനസ്സിനകത്ത് എങ്ങനെയാണ് നമുക്ക് അത് അവതരിപ്പിക്കാനായിട്ട് കഴിയും? എങ്ങനെ നമുക്ക് പൊതുസമൂഹത്തിൻ്റെ അംഗീകാരം നേടിയെടുക്കാനായിട്ട് കഴിയും? ഒരിക്കലും അംഗീകാരം നേടിയെടുക്കാൻ കഴിയുകയില്ല എന്ന ബോധ്യം രാജേഷിനുണ്ട് എന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. രാജേഷിനെ ഞാൻ ബഹുമാനിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ന്യായീകരിച്ചിട്ടല്ല ഈ പ്രസ്ഥാനത്തെ നമുക്ക് ഈ രാജ്യത്ത് വളർത്തിയെടുക്കാനായിട്ട് കഴിയുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. വളരെ സത്യസന്ധമായിട്ട് ഈ കാര്യത്തിൽ ഇടപെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടപെടാൻ പറ്റില്ലെങ്കിൽ ഈ സമൂഹത്തിനോട് പറയുക. ഈ കുറ്റവാളികൾക്കെതിരെ ഒന്നും ചെയ്യാനായിട്ട് കരുത്തില്ലാത്തതായിട്ടുള്ള സർക്കാരാണ് ഈ സർക്കാർ എന്ന് പറയാനായിട്ടുള്ള ആർജവമാണ് പാർട്ടി കാണിക്കേണ്ടത്. അതല്ലാതെ ഇവിടെയൊക്കെ നടന്ന ചർച്ചയിൽ ഇത്ര ദിവസമായിട്ട് ഈ പ്രതികളെ പിടിക്കാനായിട്ടുള്ള ശേഷി എന്തുകൊണ്ടാണ് സർക്കാരിൽ ഇല്ലാത്തതെന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നത്. ആ ചോദ്യത്തിനല്ലേ നിങ്ങൾ ഉത്തരം കൊടുക്കേണ്ടത്? മാത്രമല്ല, ഒരു സ്ത്രീ പോലീസ് ആസ്ഥാനത്തേക്ക് 10-12 ആളുകളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ വലിയ തരത്തിൽ അതിക്രമം കാണിക്കേണ്ട എന്ത് കാര്യമാണുള്ളത്? അവരവിടെ ഇരിക്കട്ടെ, അവരവിടെ ഇരിക്കുന്നതിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾ കേരളം മുഴുവൻ ശ്രദ്ധിക്കട്ടെ. കാരണം നിങ്ങൾ പറയേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി വന്നിരിക്കുന്നതായിട്ടുള്ള കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ കൂടെ 4-5 പേര് ഉണ്ട് എന്നതുകൊണ്ട് എന്ത് അപകടമാണ് രാജേഷുള്ളത്? എന്തിനാണ് നമ്മൾ ഇങ്ങനെയെല്ലാം ഇരുന്ന് സംസാരിക്കുന്നത്? സത്യസന്ധമായി എം പി രാജേഷിന്റെ ഒരു വ്യക്തിപരമായ പ്രതിസന്ധിയല്ല. ഒന്നാമത് ഞാൻ MP രാജേഷിനെ ബഹുമാനിക്കുന്നു ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചതിന്. ശ്രീ NM പിയേഴ്സൺ അറിയാവുന്നതാണ് ഈ പാർട്ടിയും അതിൻ്റെ അച്ചടക്കവും അതിൻ്റെ സംവിധാനങ്ങളും ഏത് രൂപത്തിലാണ് എന്ന്. MP രാജേഷ് ഇന്ന് വന്നിരിക്കുന്നത് ഈ പാർട്ടിയും ഈ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സർക്കാരും ഒരുപാട് ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങളിൽ നിന്ന് മുഖം പൂഴ്ത്തി രക്ഷപ്പെടുകയല്ല വേണ്ടത് എന്ന കർത്തവ്യബോധത്തിൽ നിന്നുകൊണ്ടാണ്. പിന്നെ രാജേഷിന് പോകാൻ കഴിയുന്നൊരു പരിധിയുണ്ട് എന്നിപ്പോൾ പിണറായി വിജയൻ തന്നെ ഇന്നിപ്പോൾ അളന്നു തൂക്കി നിശ്ചയിച്ചിട്ടുണ്ട്. പിയേഴ്സൺ MA ബേബിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത്. പോലീസ് അതിക്രമം കാണിച്ചു എന്ന ബേബിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, അതിക്രമം കാണിച്ചെങ്കിൽ അത് ബേബിയോട് പോയി ചോദിക്കുക എന്ന ഫേസ്ബുക്ക് പോസ്റ്റിന് മുഖത്തടിച്ച പോലെയുള്ള പിണറായി വിജയൻ്റെ മറുപടി. അതിൽ പോളിറ്റ് ബ്യൂറോ അംഗമാണ്, മുൻ മന്ത്രിയാണ്. അതിൽ നിന്ന് എത്ര അധികം കാതം സഞ്ചരിക്കാൻ കഴിയും ശ്രീ MP രാജേഷിന്, ശ്രീ NM പിയേഴ്സൺ? തീർച്ചയായിട്ടും MP രാജേഷിന് മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നേരത്തെ പറഞ്ഞു അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട്. ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യാൻ അദ്ദേഹം വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അങ്ങനെ വരികയാണ് അവർ ചെയ്യേണ്ടത്. അവർ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് അവർക്ക് ശരിയെന്ന് തോന്നുന്നതായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയാനായിട്ട് കഴിയും. അതിനെ തടസ്സപ്പെടുത്താനായിട്ടുള്ള ഒരു നേതാവ് നിൽക്കണ്ട എന്ന ഒരു ബോധ്യം എങ്ങനെ കേരളത്തിന് കൊടുക്കാനായിട്ട് കഴിയും? അന്ന് മാത്രമാണ് പിണറായി വിജയൻ ശരിയായ രീതിയിൽ ഇടതുപക്ഷത്തിന്റെ നേതാവായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടും പ്രവർത്തിക്കുകയുള്ളൂ. പോലീസ് പറയുന്ന കാര്യങ്ങൾക്ക് അങ്ങനെ തന്നെ അംഗീകാരം കൊടുക്കുന്നതായിട്ടുള്ള മുഖ്യമന്ത്രി ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. അങ്ങനെയാണെങ്കിൽ പോലീസ് ഭരിക്കട്ടെ, എന്തിനാണ് മുഖ്യമന്ത്രി ഭരിക്കാൻ നടക്കുന്നത്? ഇപ്പോൾ പോലീസ് മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള കുറിപ്പിന്റെ അടിയിൽ തന്റെ ഹൃദയം കൊണ്ട് മുദ്ര ചാർത്താനിരിക്കുന്നതായിട്ടുള്ള മുഖ്യമന്ത്രിയെ എങ്ങനെയാണ് ഈ കേരളത്തിന് അംഗീകരിക്കാനായിട്ട് കഴിയുന്നത്? ഇടതുപക്ഷത്തിന് അംഗീകരിക്കാനായിട്ട് കഴിയുന്നത്? ഒരു കാരണവശാലും അംഗീകരിക്കാനായിട്ട് കഴിയില്ല. രാജേഷിനെ പോലെയുള്ള ചെറുപ്പക്കാർ അടികൊണ്ടും ഇടികൊണ്ടുമാണ് ഈ പ്രസ്ഥാനം വളർന്നിട്ടുള്ള വലുതായിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെയുള്ള ഒരു അടിയുടെ മുന്നിൽ തന്നെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ മഹിജ എന്ന് പറയുന്നതായിട്ടുള്ള CPM പ്രവർത്തകയും അവരുടെ കുടുംബവും നിൽക്കുന്നത്.
ഇടക്കിടക്ക് അവർക്ക് പതർച്ച പറ്റുന്നത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി തന്നെ അവരിടക്കിടക്ക് അവരുടെ മുഖം തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതല്ല എങ്കിൽ ഒരു കാരണവശാലും അവർക്ക് ഒരു ഇഞ്ച് പോലും പതർച്ച വരുത്തുക കഴിയുകയില്ല. അപ്പോൾ പ്രസ്ഥാനം അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പ്രസ്ഥാനത്തെ സംരക്ഷിക്കണം, ഈ ഗവൺമെന്റിനെ സംരക്ഷിക്കണം എന്ന് പറയുന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് മഹിജയും കുടുംബവും ഈ സമരത്തിന് മുന്നിൽ വന്ന് നിൽക്കുന്നത്. ആ ആത്മാർത്ഥയും സത്യസന്ധതയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. ശ്രീ എം പി രാജേഷ് അതിന് മറുപടി പറയുക. എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ശ്രീ എം പി രാജേഷ്, ഇവിടെ മഹിജയെ എന്തെങ്കിലും ഒന്ന് ദുർബലമാക്കുന്നുണ്ട് എങ്കിൽ അത് ഇടതുപക്ഷ സർക്കാരാണ്. രാജേഷ് അനുഭവിക്കുന്ന രാഷ്ട്രീയ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി മഹിജയും അനുഭവിക്കുന്നുണ്ട്. ഞാൻ ആ പരിമിതിയെ ബഹുമാനിക്കുക തന്നെ ചെയ്യുകയും ചെയ്യുന്നു. കാരണം നിരുത്തരവാദപരമായി നിലപാടെടുത്ത് പ്രതികരിക്കുകയും പ്രതിച്ഛായ സൃഷ്ടിക്കുകയും അല്ലല്ലോ നിങ്ങളൊന്നും ഉത്തരവാദിത്തമായി കാണുന്നത്. മഹിജയെ ദുർബലമാക്കുന്നത് ഇടതു സർക്കാർ ഭരിക്കുന്നു എന്നതാണ്. ഒരുപക്ഷെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് എങ്കിൽ രാഷ്ട്രീയ പ്രതിഷേധത്തിൻ്റെ ഒരു പ്രതീകമായി അവർ മാറിയേനെ. അവർ പറയുന്നത് എൻ്റെ മകൻ ഇഷ്ടപ്പെട്ട സർക്കാരാണ് കേരളം ഭരിക്കുന്നത്, ആ സർക്കാരിനെതിരെ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല, ആ സർക്കാരിനെ എനിക്ക് വെറുക്കാൻ കഴിയില്ല, അതുകൊണ്ട് എൻ്റെ പ്രതിഷേധം മുഴുവൻ പോലീസിനോടാണ് എന്നാണ്. അവിടെയാണ് പോലീസും പിണറായി വിജയനുമായുള്ള വേർതിരിവില്ലാതാകുന്നത്. അതിനപ്പുറം ഒരു ശിക്ഷ ഈ പാർട്ടിക്ക്, ഈ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ സർക്കാരിന് മഹിജയ്ക്ക് നൽകാനില്ല. എം പി രാജേഷ്. വേണു, ഞാനിവിടെ ഈ ചർച്ചയിൽ വരുന്നതും വന്ന് പറയുന്നതും ഓരോ വാചകവും എൻ്റെ ഉറച്ച ബോധ്യത്തിൽ നിന്ന്, ഉത്തമ ബോധ്യത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ്. അത് ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. ഇവിടെ മഹിജയുടെ കാര്യത്തിലും അവർ ഇടതുപക്ഷ സഹയാത്രികയാണ്, CPIM അനുഭാവ കുടുംബമാണ് എന്നതുകൊണ്ട് മാത്രമല്ല, അവർ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഓരോ ഘട്ടത്തിലും സർക്കാരിൻ്റെ നടപടികളിൽ തൃപ്തി രേഖപ്പെടുത്തുകയും വിശ്വാസം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയെ കണ്ടപ്പോഴും സർക്കാർ സ്വീകരിച്ച നടപടികളിൽ പൂർണ്ണമായിട്ടുള്ള തൃപ്തിയും വിശ്വാസവുമാണ് അവർ രേഖപ്പെടുത്തിയത്. ഞാൻ ഈ കേസ് കോടതിയിൽ കൈകാര്യം ചെയ്യുന്ന മഹിജയും കുടുംബവും ആവശ്യപ്പെട്ടതനുസരിച്ച് നിയോഗിച്ച അഡ്വക്കേറ്റ് CP ചിത്രഭാനുവുമായിട്ട് സംസാരിച്ചിരുന്നു. ഈ ചർച്ചയ്ക്ക് കയറുന്നതിന്റെ തൊട്ടു മുമ്പ് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു അനുഭവം, ഈ CP ഉദയഭാനുവുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു അനുഭവം, ഈ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് അദ്ദേഹം വാദം നടത്തിയ ശേഷം പുറത്തിറങ്ങി വന്നപ്പോൾ ഈ ജിഷ്ണുവിൻ്റെ കുടുംബാംഗങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങൾക്ക് പൂർണ്ണ തൃപ്തിയാണുള്ളത് എന്ന്. ASP കിരൺ നാരായണന്റെ അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും അന്വേഷണം പൂർത്തിയാവുകയും ചെയ്തപ്പോഴും പൂർണ്ണ തൃപ്തിയാണ് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവർ നിർവാഹമില്ലാത്തത് കൊണ്ട് സർക്കാരിനെതിരെ പറയാതിരിക്കുകയല്ല, അവർക്ക് സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികളിൽ ഓരോ ഘട്ടത്തിലും പൂർണ്ണ തൃപ്തിയുള്ളതും അതവർ പരസ്യമായി പറഞ്ഞിട്ടുള്ളതുമാണ്. ഏറ്റവും ഒടുവിൽ ഇന്നലത്തെ സംഭവങ്ങൾക്ക് ശേഷവും അവർ പറഞ്ഞത് അവരുടെ ബോധ്യത്തിൽ നിന്നാണ്. സമരം സർക്കാരിനെതിരെയല്ല, മുഖ്യമന്ത്രിക്കെതിരെയല്ല, ഇതിൻ്റെ പേരിൽ ഹർത്താൽ നടത്തുന്നതിനോടുള്ള എതിർപ്പും അവർ രേഖപ്പെടുത്തുകയുണ്ടായി. അപ്പം ഇതൊന്നും നമ്മൾ കാണാതെ ഒരു ഹൈപിച്ചിൽ CPIM-നെതിരായിട്ടുള്ള വിരോധത്തിൻ്റെ ഹൈപിച്ചിൽ ഒരു വൈകാരിക അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്ത് ആക്രമണം നടത്തുക, അതിപ്പോൾ ഞാനൊറ്റയ്ക്ക് വിചാരിച്ചാൽ നിങ്ങൾ നിർത്താൻ പോകുന്നില്ല, നിങ്ങൾ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കും. കുറേ പേരിരുന്ന് അത് നടത്തിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. പക്ഷേ ഈ കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടികളെ അന്ധമായിട്ട് നിഷേധിക്കുന്നതും അത് മുഴുവൻ കാണാതിരിക്കുന്നതും ശരിയാണോ? ശ്രീ CR-നെ പോലുള്ള ആളുകൾ, ഇവിടെ ഇരിക്കുന്ന ആളുകൾ കുറച്ച് വിവേകത്തോടു കൂടി ചിന്തിച്ചാൽ ഇവിടെ 100 ചില്ലാനം സ്വാശ്രയ കോളേജുകളുടെ ചെയർമാനായിട്ടുള്ള, ഉടമസ്ഥനായിട്ടുള്ള ഒരാളെ അറസ്റ്റ് ചെയ്ത് ഈ ഗവൺമെൻറ്റാണ്. നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനാവുമോ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു സ്വാശ്രയ മേധാവിയെ ജയിലിലടച്ചിട്ടുള്ള അനുഭവം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല? ഇതാദ്യമായിട്ടാണോ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നത്? ഇതാദ്യമായിട്ടാണോ സ്വാശ്രയ കോളേജിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നത്? കോടതിയുടെ ശകാരം ഗവൺമെന്റും പോലീസും ഏറ്റുവാങ്ങി കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടതിന്റെ പേരിൽ ഇവിടെ ഈ സുപ്രീം കോടതിയിൽ പോയില്ലേ കൃഷ്ണദാസിന്റെ ജാമ്യം റദ്ദാക്കുന്നതിന് വേണ്ടി? കേരളത്തിന്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും പുച്ഛത്തോടുകൂടി ശ്രീ CR നീലകണ്ഠൻ ചിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അദ്ദേഹം പുച്ഛിക്കട്ടെ, പക്ഷേ അദ്ദേഹം മറുപടി പറയണം. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു ജാമ്യ ഹർജി റദ്ദാക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ടോ? നിങ്ങൾക്ക് രാഷ്ട്രീയമായ അന്ധതയും കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധവും മാറ്റിവെച്ച് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് ഉത്തരം പറയാനാവും? ഒരു കാര്യം വസ്തുതയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു സ്വാശ്രയ വിദ്യാഭ്യാസ കൊള്ളക്കാരനെ അദ്ദേഹത്തിന്റെ ക്രിമിനൽ
കുറ്റവാസനയുടെ പേരിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമെങ്കിൽ 2 ദിവസം അകത്തിടാൻ കഴിഞ്ഞത് പിണറായി സർക്കാരിനാണ്. പക്ഷേ അതുപോലും കൃഷ്ണദാസിന് ഈ ഉർവശി ശാപം ഉപകാരമായതുപോലെ പരിണമിച്ചതിനെ പറ്റിയും പിണറായി സർക്കാർ ആത്മപരിശോധന നടത്തണം. ഞാൻ ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് മഹിജയുടേത് പൊതുസമൂഹം മുഴുവൻ ബാഹ്യശക്തികളാകുന്ന വിധത്തിൽ അടച്ചുകെട്ടുറപ്പോടെ മാത്രം പരിപാലിക്കപ്പെടേണ്ട ഒരു സ്വകാര്യ ദുരന്തമോ? ഇടവേളയ്ക്ക് ശേഷം.